ഹായ് 3150 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒറ്റ നില വീടാണ് കേട്ടോ. നിങ്ങൾ ഈ കാണുന്ന എലിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 12 അടി ഹൈറ്റിൽ പ്ലെയിൻ ആയിട്ട് സ്ലാബ് ചെയ്തിട്ട് മെറ്റൽ റൂഫിങ്ങാണ്. ഹായ്, ഇപ്പോൾ നമ്മൾ കോട്ടയം മൂനുപ്പള്ളി ഉള്ള നമ്മുടെ ഒരു പ്രൊജക്റ്റ്, ഇതിൻ്റെ വീഡിയോസ് നമ്മൾ ബേസ്മെൻറ്റിൻ്റെ വീഡിയോസാണ് കാര്യമായിട്ട് ഇട്ടിട്ടുള്ളൂ. ചുമരായതിനു ശേഷം ഒരു ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടില്ല. ചുമരായി കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അത്യാവശ്യം വലിയ വീടായതുകൊണ്ട് ഇപ്പോൾ നമ്മൾ സാധാരണ പറയണത് ഒരു മാസം കൊണ്ടൊന്നും ഇതിൻ്റെ ചുമരിൻ്റെ വർക്ക് തീരില്ല. കാരണം പോർച്ചടക്കം 3150 സ്ക്വയർ ഫീറ്റാണ് ഈ വീട് വരുന്നത്. പിന്നെ വീട് വലിപ്പത്തിനനുസരിച്ചിട്ട് ചില ചുമരുകൾ അതിനനുസരിച്ചിട്ട് തിക്നെസ് കൂട്ടേണ്ടതുണ്ട്. ഒരുപാട് ആൾക്കാരൊരു ആഗ്രഹമാണ് 8 ഇഞ്ചിൽ കോൺക്രീറ്റ് വേണമെന്നുള്ളത് അല്ലേ. അതായത് നമ്മൾ കല്ലിൽ ചെയ്യണ പോലെ 8 ഇഞ്ചിൽ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര തിക്നെസ് ഉണ്ടായിരിക്കും കോൺക്രീറ്റ്. പിന്നെ 8 ഇഞ്ചിൽ കോൺക്രീറ്റ് ചെയ്യണ സമയത്ത് നമ്മൾ അങ്ങനത്തെ സമയത്ത് ഒരിക്കലും നമുക്ക് ഈ ഒരു സ്ക്വയർ ട്യൂബ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. സ്ക്വയർ ട്യൂബിന് പകരം ഇപ്പോൾ ഈ ഒരു പില്ലർ കണ്ടോ, ഈ പില്ലർ പോലെ ഇതിപ്പോൾ നമ്മൾ സാധാരണ 20-20ൻ്റെ പില്ലറാണ്. ഇതേപോലെ റിങ് അടിച്ചിട്ടാണ് നമ്മൾ ഈ കോർണറിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു 20-20ൻ്റെ പില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഉണ്ടായിരിക്കുള്ളൂ. സാധാരണ ഒരു വീട്, വലിയൊരു വീട് വെക്കുന്ന സമയത്ത് ഇതേപോലെ 3000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ പില്ലർ 10 അടി ഉയരാക്കിയിട്ട് അതിന് ശേഷം ഈ ബാക്കിയുള്ള ഏരിയയിൽ ബ്രിക്സ് വെച്ചിട്ട് മൂട്ടാണ് ചെയ്യാം. അപ്പം നമ്മൾ കോൺക്രീറ്റിൽ ചെയ്യുമ്പോൾ ഈ ഒരു ചുമര് മൊത്തം ഫുള്ള് കോൺക്രീറ്റ്, അതായത് എത്രയാണോ ചുമരിൻ്റെ ലെങ്ത്തും ഹൈറ്റും വരുന്നത് അത് മൊത്തം ഇതേപോലെ കോൺക്രീറ്റിൽ ചെയ്യേണ്ടി വരും. ചില ആൾക്കാർ ചോദിക്കാറുണ്ട് കോർണറിൽ പില്ലർ മാത്രം 8 ഇഞ്ച്, ബാക്കി നിങ്ങളെ ചുമര് പോലെ വീതി കുറച്ച് ചെയ്തുകൂടെ എന്ന്. ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങളെ ഈ എടുക്കുന്ന വർക്കിനേക്കാളും ഒരു 10 മടങ്ങ് അധികമാണ് ഞങ്ങളെ ലേബറും അതേപോലെ എല്ലാ കാര്യത്തിലും വരിക. കാരണം ഇതിൻ്റെ സെറ്റിങ്സ് എല്ലാം മാറ്റണം. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഷീറ്റ് കണ്ടില്ലേ, ഇതേപോലെ ഷട്ടറിങ് ഷീറ്റ് അടിച്ചിട്ട് അപ്പുറത്തെ സൈഡും സെയിം ആയിട്ട് അടിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ചുമരിൻ്റെ തിക്നെസ് കണക്കാക്കണത്. നേരെ മറിച്ചിട്ട് ഇവിടെ ഒരു ഷീറ്റ് അടിക്കുക, ഇവിടെ ഇത് റിഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 8 ഇഞ്ച് റിഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം ഈ ഷീറ്റിൽ നിന്ന് പിന്നെ ഒരൊറ്റ ഹോളും കിട്ടില്ല. കാരണം ഈ ഷീറ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഷീറ്റ് പിന്നെ നമുക്ക് ഈ 8 ഇഞ്ച് പില്ലർ കഴിഞ്ഞിട്ടേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ ഈ വർക്കിൽ ഒരു ചുമരൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിടുക എന്നല്ലാണ്ട് എല്ലാ ചുമരും അങ്ങനെ പോസിബിൾ അല്ല. അങ്ങനെ പോസിബിൾ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്ട്രക്ചറെല്ലാം അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കണം. അപ്പം എങ്ങനെ, ഇപ്പോൾ നിങ്ങളൊരു വീടിൻ്റെ റൂമിൻ്റെ അളവിനനുസരിച്ചിട്ട് നമ്മൾ സ്ട്രക്ചർ ഉണ്ടാക്കണം. ഞങ്ങൾ ചെയ്യണത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 350 സ്ക്വയർ ഫീറ്റിൻ്റെ വീടും ചെയ്യുന്നുണ്ട്, ഇത് 3150ൻ്റെ വീടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ആൾക്കാരും തരുന്ന റിക്വയർമെൻറ്റിനനുസരിച്ചിട്ട് സ്ട്രക്ചർ ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു വീടുണ്ടാക്കുന്നതിൻ്റെ സ്ട്രക്ചറിൻ്റെ പൈസ ഞങ്ങൾ അധികം മേടിക്കേണ്ടി വരും. അപ്പോൾ അത് അറിയാലോ നിങ്ങൾക്ക്. കാരണം ആ സ്ട്രക്ചർ പിന്നെ നമുക്ക് അടുത്ത വീട്ടിൽ ആ സെയിം മെഷർമെൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യില്ല എന്ന് പറയണത്. ഇനി ചുമര് വണ്ണം കൂടുതൽ വേണമെന്നുള്ള ആൾക്കാർക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ചെയ്തുതരാം, ഒരു പ്രശ്നമല്ല. ഒരുപാട് ആൾക്കാർക്ക് ഈ പൈപ്പ് പ്രശ്നമാണ്. ഈ പൈപ്പാണ് ഒരുവിധം ഞങ്ങൾ ഈ കോൺക്രീറ്റ് ചുമരിൽ ഏറ്റവും വലിയ ആൾക്കാർ പറയുന്ന ഡ്രോബാക്കിന് ചെറിയൊരു കാരണമുണ്ട്, അതും ഞാൻ പറഞ്ഞുതരാം. കാരണം ഈ ഒരു പൈപ്പ് ഇപ്പം നമ്മൾ പ്ലാസ്റ്ററിങ് ഒക്കെ ചെയ്യണ സമയത്ത് ഈ ഒരു ജോയിൻ്റ് ഉണ്ടല്ലോ, കാരണം ഈ സ്റ്റീൽ ഇത് ഗാൽവനൈസ്ഡ് പൈപ്പാണ്, അതായത് GI പൈപ്പ് കോട്ടിംഗ് ആണ്. അപ്പോൾ ഇതിലേക്ക് ഒരിക്കലും ഈ കോൺക്രീറ്റ് അറ്റാച്ച് ആവില്ല. അതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് സിമെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും ഭാവിയിൽ കുറച്ച് കഴിയുമ്പോൾ ഇത് നമുക്ക് കുത്തി എടുത്തു കഴിഞ്ഞാൽ അടർന്ന് പോരും. നേരെ മറിച്ച് ഈ കോൺക്രീറ്റ് നിന്ന് കുത്തി അങ്ങനെ അടർന്ന് പോരില്ല. അപ്പോൾ ഇത് മെഷ് ഇട്ടിട്ട് നല്ല പ്രോപ്പറായിട്ട് പ്ലാസ്റ്ററിങ് ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രാക്ക് ഭാവിയിൽ വരും. അത് ക്രാക്കല്ല, ശരിക്കും ഈ പൈപ്പും ഈ കോൺക്രീറ്റും തമ്മിൽ വിടണതാണ്. അപ്പോൾ അങ്ങനെ വിടുമ്പോൾ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊന്നും കണക്ഷൻ മൊത്തം പോവില്ല അങ്ങോട്ട് പോവാ. അങ്ങനെ കണക്ഷൻ പോവാണ്ടിരിക്കാൻ നമ്മൾ ചെയ്യണത്, ഇപ്പോൾ ഇവിടുന്ന് ഒരു ചുമര് ഇങ്ങോട്ട് പാസ് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ നമ്മളിവിടെ ഇവിടെയും ചുമര് ചെയ്തിട്ടുണ്ട്, ഇവിടെയും ചുമര് ചെയ്തിട്ടുണ്ട്. ഇതുമ്പോൾ രണ്ടുമേ ടച്ച് ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഇതിൻ്റെ സെൻറ്റർ കണ്ടോ, ഇത് ഫുള്ള് കട്ടിങ്ങാണ്. ഇനി ഇവിടെ ചുമര് വയ്ക്കുമ്പോൾ നമ്മൾ പൈപ്പ് ഇതിൻ്റെ കമ്പികളെല്ലാം എടുക്കാൻ പോകണം ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ്. അതും കൂടാണ്ട് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ചുമരിൻ്റെ കമ്പികളാണ് ഈ കാണുന്നത്. ഇത്
ഈ ചുമരിൽ കംപ്ലീറ്റ് ഇങ്ങനെ ഈ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടി കോർത്തിട്ടാണ് ഈ കമ്പികളെല്ലാം പോയിരിക്കുന്നത്. ഇനി ഇവിടുന്ന് വെക്കണ ചുമര് നമ്മൾ നേരെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കും. ഇവിടെ കോൺക്രീറ്റ് പ്യൂർ ചെയ്യണ സമയത്ത് ഈ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് ആ കോൺക്രീറ്റ് ഫില്ലായിട്ട് അങ്ങനെയാണ് നമ്മൾ ഈ മെത്തേഡ് പോണത്. അപ്പോൾ ഈ പുറത്ത് വരുന്ന ക്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടും തമ്മിൽ വിടുക എന്നല്ല അർത്ഥം. കാരണം അങ്ങനെ വിടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ക്രോസ് പോയിട്ടുള്ള കംപ്ലീറ്റ് കമ്പിയും കട്ടാവണം. അതൊരിക്കലും പോസിബിൾ അല്ല. കാരണം അങ്ങനത്തെ ഒരു വെയിറ്റ് നമ്മൾ ഈ ചുമരിൻ്റെ മുകളിൽ ഒരിക്കലും വരുന്നില്ല. എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ, ആ മൂലക്കിലും. ഇപ്പം പൈപ്പ് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും കൊണ്ടുപോകാം ഈ കോർണറിൽ ആകെ പൈപ്പ് എന്ന് പറയാനായിട്ടില്ല. കണ്ടോ, ഇതിൽ ഈ ബെൻഡ് വരുന്നുണ്ടല്ലോ, അങ്ങോട്ട് കുറച്ചും കൂടി അടുത്തേക്ക് പോവാം. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഇത്രയേ ഉള്ളൂ. ബാക്കി കംപ്ലീറ്റ് കോൺക്രീറ്റാണ് വരുന്നത്. പക്ഷേ എന്താ ഉണ്ടാവുക, ഈ ഒരു ഇഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 1 ഇഞ്ചിൻ്റെ അവിടുത്തെ കോൺക്രീറ്റ് ജസ്റ്റ് ഇത് തമ്മിലുള്ള വിടുമ്പോഴാണ് നമ്മളെ ചുമരിൻ്റെ ഒരു ക്രാക്ക് പോലെ വരാൻ സാധ്യത. പക്ഷെ ഒരിക്കലും ഈ നടുക്കിലുള്ള കോൺക്രീറ്റ് കംപ്ലീറ്റ് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കയറിയിരിക്കുന്നത്. അതിനാണ് നമ്മൾ എല്ലാ പൈപ്പിലും കട്ടിങ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചുമരിൻ്റെ വണ്ണങ്ങളൊക്കെ നമ്മളെപ്പോഴും പറയണ പോലെ തന്നെ വീടിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് ഞങ്ങൾ മാറ്റാറുണ്ട്. ഈ ഒരു വീട് ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏകദേശം 800 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 8 ഇഞ്ചിൽ ചുമര് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചുമര് ചെയ്തു തരാം. നിങ്ങൾക്ക് തന്നെ അറിയാലോ, 8 ഇഞ്ചിൽ ചുമര് ചെയ്യുമ്പോൾ ഇതിൽ കമ്പി കൂടുതൽ വേണം, അതേപോലെ തന്നെ ഇതിൽ കോൺക്രീറ്റ് കൂടുതൽ വേണം, ലേബർ കൂടുതൽ വരും. അപ്പോൾ അതിൻ്റെയൊക്കെ പൈസ നിങ്ങൾ അഫോർഡ് ചെയ്യാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യണേ കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ എനിക്ക് സങ്കടം വരെ എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ 500 സ്ക്വയർ ഫീറ്റ് വീട് വെക്കുന്ന ആളും ഞങ്ങളെ വിളിച്ചിട്ട് അത് 8 ഇഞ്ചാക്കി തരുമെന്ന് ചോദിക്കും. അവ 500 സ്ക്വയർ ഫീറ്റ് വീട് വെക്കണതേ പൈസ ഇല്ല എന്നിട്ടാ. അപ്പോൾ പിന്നെ എന്തിനാണ് അവന് ഇത്രയും വണ്ണം കൂടിയ ചുമര് കോൺക്രീറ്റിൽ എന്ന് എനിക്ക് മനസ്സിലാവണില്ല. കാരണം ഇങ്ങനെ ചുമരാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ബാങ്ക് സേഫിനേക്കാളും വലിയൊരു, അതായത് ഇത് കുത്തി പൊളിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഈ 8 ഇഞ്ചിൻ്റെ ചുമര് കുത്തി പൊളിക്കണം എന്നുണ്ടെങ്കിൽ കോൺക്രീറ്റിൻ്റെ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ 500 സ്ക്വയർ ഫീറ്റ് ഒരു പാവപ്പെട്ട ഒരാളൊരു വീട് വെക്കുക എന്ന് പറയുമ്പോൾ അയാൾ പൈസ കമ്മി ആയതുകൊണ്ടാണല്ലോ അത്രയും ചെറിയൊരു വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വെക്കുന്ന ആൾ എന്തിനാണ് ഇതിലേക്ക് ചോദിക്കുന്നത് വെച്ച് എനിക്ക് മനസ്സിലാവില്ല. പിന്നെ ഈ ഒരു ഹാള് കാണിച്ചു കൊടുക്കും. ഇത് ഏകദേശമല്ല 20 അടി വീതി 40 അടി ലെങ്ത്തുള്ള ഹാളാണ് ഈ കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ 4 ഇഞ്ച് ചുമരല്ല വെക്കുക. കാരണം ഇപ്പോൾ ആ കാണുന്ന ഫുള്ള് ചുമര് ആ ഒരു റൂം വരയ്ക്ക് 5 ഇഞ്ചാണ് അതിൻ്റെ തിക്നെസ് വരുന്നത്. ഇനി ഈ സൈഡിൽ അത്ര ചുമരേ വരില്ല. കാരണം ഇവിടെ ഇത് ലിവിങ് ആണ്, ലിവിങ്ങിൽ നിന്ന് ഒരു ഓപ്പണിങ് വരും, അപ്പുറത്ത് കിച്ചണാണ്, കിച്ചണും ഓപ്പൺ കിച്ചണാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് സാധാരണ വീട് ചെയ്യണം എന്ത് തന്നെ, ഇപ്പോൾ ഇതിപ്പോൾ സാധാരണ പില്ലറിലാണ് ക്ഷീണിച്ചങ്ങോട്ട് പോവാം. പില്ലറിലാണ് ക്ഷീണിച്ച് എന്താ ഉണ്ടാവുക, അവിടെ ഒരു പില്ലർ ഉണ്ടാവും, ഇവിടെ ഒരു പില്ലർ ഉണ്ടാവും അല്ലേ, എല്ലാ സ്ഥലത്തും പില്ലർ എന്നിട്ട് അങ്ങനെയുള്ള നിങ്ങൾ ഓപ്പൺ വീട് ചെയ്യണത്. ഇത് നമ്മൾ സെയിം സിസ്റ്റം തന്നെ. ഇതിപ്പോൾ അടിയിൽ നിന്ന് പില്ലർ ഇട്ടിരിക്കുന്നത് ഏകദേശം ഈ പില്ലർ വരിക 60 സെൻറ്റിമീറ്റർ വരും, 20 സെൻറ്റിമീറ്റർ ഇതിപ്പോൾ നമ്മൾ അടിയിൽ നിന്ന് പ്ലിന്തിന്ന് കൊടുത്തിരിക്കുന്ന കമ്പിയാണ്. അപ്പോൾ ഈ സൈഡിൽ ചുമരില്ലാത്ത കാരണം നമുക്ക് ഇതിൻ്റെ ലോഡ്, എല്ലാ ലോഡും ഈ പറയണ പോലെ 4 ഇഞ്ച് ചുമരുമേക്ക് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ വരുന്നിടത്താണ് നമ്മൾ ചുമരിൻ്റെ തിക്നെസ് മാറ്റുന്നത്. ഇപ്പോൾ ഇതിൽ ഇനി ഈ വെക്കാൻ പോണ ഇവിടുത്തെ ചുമര് ഇതിൻ്റെ തിക്നെസ് കൂടും. അതേപോലത്തെ പില്ലേഴ്സ് ഇതിൽ ഇനിയും വരും, കാരണം ഇത് ഓപ്പൺ കിച്ചൺ ആയ കാരണം കൊണ്ട്. അപ്പം 4 ഇഞ്ച് ചുമര്, ഇപ്പോൾ ഇത്രയും വലിയ റൂമിനൊക്കെ നമ്മൾ 4 ഇഞ്ച് ചുമരിനെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു റൂം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 13.5 12.5 ഈ റൂമിൻ്റെ സൈസ് വരുന്നത്. ഈ 13.5 12.5 റൂമിന് നമ്മൾ ഈ 4 ഇഞ്ചിൻ്റെ ഇതേ ചുമര് തന്നെയാണ് എല്ലാ സൈറ്റിലും കൊടുക്കാറ്. ഇനി ഇത്രയും വീടുകൾ ചെയ്തിട്ട് ഇനിയിപ്പോൾ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് വേണമെന്ന് പറഞ്ഞിട്ടും കൂടി ഞാൻ റൂമിന് സൈസ് കൂട്ടിയിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്പാൻ ഈ ഒരു ചുമരുമ്പോൾ നിൽക്കും. ഇതിലും വലിയ സ്പാനുകൾ വരുന്ന സമയത്ത് ക്ലയൻറ്റ് പറയാണ്ട് തന്നെ, ഇപ്പം ഇതിൻ്റെ ഒന്ന് ക്ലയൻറ്റിനെ ഞങ്ങൾ കണ്ടിട്ടും കൂടി ഇല്ല, ഇതിൻ്റെ ക്ലയൻറ്റ് UK-യിലാണ്. അപ്പോൾ ഈ വീടിൻ്റെ ചുമരിൻ്റെ തിക്നെസ് ഏതാണ് എങ്ങനെയാണ് നോക്കാം. നമ്മൾ 4 ഇഞ്ചിൻ്റെ ഇതേ വീഡിയോ കണ്ടിട്ട് തന്നെയാണ് ആളും വിളിക്കണതും നമ്മളിപ്പോൾ ഈ വീട് ചെയ്തുകൊണ്ടിരിക്കുന്നതും. പക്ഷേ നമ്മൾ ചുമരിൻ്റെ തിക്നെസ് മാറ്റുന്നത് നമ്മളെ റൂമിൻ്റെയും ഹാളിൻ്റെയും വലിപ്പത്തിനനുസരിച്ചിട്ടാണ്. ഇനി അതും കൂടാതെ ഇത് നോക്കിപ്പോൾ ഇതിപ്പോൾ 12.5 കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നേരെ വരുന്നത് ബാത്റൂമാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ തന്നെ ഇപ്പോൾ ഇതൊരു ഇടക്കെട്ട് വന്നു, ഇവിടെ ഒരു ഇടക്കെട്ട് വന്നു. ആ ബാത്റൂമൊക്കെ നല്ല സൈസ് ഉണ്ടല്ലേ. ഇനിയിപ്പോൾ ഇതിൽ വരാൻ പോണത് ഈ ഒരു പാർട്ടീഷനും കൂടി വരും, കാരണം ഇതൊരു ഡ്രസ്സിങ് റൂമാണ്. ഇവിടെ ഒരു പാർട്ടീഷനും കൂടി വരും. അപ്പോൾ ഇത്രയും ഏരിയയിൽ ഇത്രയും ഭിത്തി വരുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ പില്ലറിൽ ചെയ്യുകയാണെങ്കിൽ 4 കോർണറിൽ 4 പില്ലേഴ്സ് മാത്രമേ വരുള്ളൂ. പക്ഷേ ഈ 12.5 അടി നീളം 13 അടി വീതിയിലും ഫുള്ള് ചുമരുമ്പിലാണ് നമ്മളെ മെയിൻ സ്ലാബിൻ്റെ ലോഡ് വരുന്നത്. അത് ആൾക്കാർ തിങ്ക് ചെയ്യണതിലുള്ള വ്യത്യാസമാണ്. മറ്റേ 4 പില്ലറും 20-20ൻ്റെ പില്ലറും നേരത്തെ പറഞ്ഞ പോലെ ഹാളിൻ്റെ ചുമര് 5 ഇഞ്ചാക്കി, അത് കഴിഞ്ഞ് ഇത് വീണ്ടും റൂമാണ് വരുന്നത്. റൂം വരുന്ന സമയത്ത് നമ്മൾ ഈ ചുമര് 4 ഇഞ്ച് തന്നെ ചെയ്തിരിക്കുന്നത്. മുകളിൽ
നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു ഇഞ്ചോളം തിക്നെസ് പുറത്തേക്ക് വെക്കുന്നത്. കാരണം ഈ ഒരു ചുമര് മൊത്തം നമ്മൾ 5 ഇഞ്ചിലാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ചുമരിൽ 2 തരം ഷീറ്റുകളുണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ പഴയ സ്ട്രക്ചറിൻ്റെ ഷീറ്റാണ്. അപ്പോൾ ഇതിൽ കുറേ അപാകതകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ മുകളിൽ കാണുന്ന ഈ ചുമരും അതേപോലെ ഈ കാണുന്ന ചുമരും ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാതും നമ്മൾ പുതിയ ഷീറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഒരു പുതിയ ഷീറ്റ് വെച്ചിട്ട് ചെയ്യുമ്പോഴുള്ളൊരു ഫിനിഷിംഗ് ആണ് ഇങ്ങനെ ഉണ്ടായിരിക്കുക. ഇതും കുറച്ച് നമ്മൾ യൂസ് ചെയ്യണ സമയത്ത് ഇതേ ഷീറ്റ് വീണ്ടും ഡാമേജ് ആവും. അത് വേറെ കാര്യം. കാരണം നമുക്കൊരു ഫ്രഷ് ഷീറ്റിൽ ചിലപ്പോൾ ഒരു 10 വീടൊക്കെ ഉള്ളൂ ഈ ഒരു ഫിനിഷിങ്ങിൽ കിട്ടുക. കാരണം അത് ഇരുമ്പല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുമ്പോൾ ഇതൊക്കെ ചെയ്യണ സമയത്ത് അതിൻ്റെ ക്വാളിറ്റി ഒക്കെ കമ്മിയായി കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്കാകെ ചെയ്യാൻ പറ്റുന്നത് പുതിയ പുതിയ ഷീറ്റുകൾ അടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കോൺക്രീറ്റിൽ ഫുള്ളായിട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ബേസ്മെൻറ്റ് നമ്മൾ ചെയ്താണ്. കോൺക്രീറ്റിൻ്റെ ഒരു ബേസ്മെൻറ്റ് ഈ ഒരു ഫിനിഷിങ്ങിൽ കിട്ടി. ചുമര് ഈ ഒരു ഫിനിഷിങ്ങിൽ ചുമരും കിട്ടി. ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമ്മൾ എങ്ങനെ ആക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഇതിൻ്റെ മുകളിൽ ഇതിപ്പോൾ പ്ലാസ്റ്ററിങ് ഉള്ള വീടാണ് കേട്ടോ. ഇത് പ്ലാസ്റ്ററിങ്ങും ഉള്ളിൽ ജിപ്സം പുട്ടിയൊക്കെ ഉള്ള വീടാണ്. പക്ഷേ ഒരു സാധാരണക്കാരനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിനിഷിങ്ങിൽ സുഖമായിട്ട്, അതായത് ഈ ചെറിയ ചെറിയ ഗ്യാപ്പുകൾ ഉണ്ടായിരിക്കും. നമുക്ക് ജസ്റ്റ് പെയിൻ്റ് അടിക്കുന്ന സമയത്ത് അതൊന്ന് പൊട്ടി ഇത് ജസ്റ്റ് ഒന്ന് പൊട്ടി ഇതാക്കിയിട്ട് പ്രൈമർ അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പ്ലാസ്റ്ററിങ്ങിൻ്റെ ഫിനിഷിങ് തന്നെ ഇത് കിട്ടും. പിന്നെ ബേ വിൻഡോ ആണെന്നുണ്ടെങ്കിലും എല്ലാതും ഇതേപോലെ തന്നെ നമ്മൾ ബേ വിൻഡോ ഇതാണ് നമ്മുടെ ചുമരിൻ്റെ തിക്നെസ് വരുന്നത്. ബേ വിൻഡോ ആണെങ്കിലും 4 ഇഞ്ച് തന്നെ, ഷെയ്ഡും ഒക്കെ 4 ഇഞ്ച് തന്നെയാണ് വരിക. അപ്പോൾ ഈ വീടിൻ്റെ ചുമര് കഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ബാക്കിൽ 3 ബെഡ്റൂമിൻ്റെ ചുമരും അതിൻ്റെ പാർട്ടീഷൻസും മാത്രമേ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. 4 ബെഡ്റൂം വീടാണിത്. അവിടെ ഒരു റൂമും കൂടി വരാണ്ട്. പിന്നെ ഈ കിടക്കുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് സൈഡിൽ കംപ്ലീറ്റ് പില്ലേഴ്സ്, ഒരു 10 പില്ലേഴ്സ് വരുന്നുണ്ട്. പിന്നെ അവിടെ ക്ലോസ് ചെയ്യാണ്ട്, അവിടെ ക്ലോസ് ചെയ്യാത്ത നമുക്ക് റോ മെറ്റീരിയൽ ഇപ്പോൾ കൊണ്ടുപോകാനുള്ള ഈസിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏറ്റവും ബാക്കിൽ മാത്രമേ ഉള്ളൂ കാര്യമായിട്ട് ചുമരുകൾ വരുന്നത്. ഇനി ഫ്രണ്ടേജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ ഓപ്പൺ ഹാളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഓപ്പൺ ഹാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40x20. അപ്പോൾ അത്രയും ഭാഗങ്ങളിൽ ചുമരും കാര്യങ്ങളൊന്നുമില്ല. ഇനി മെയിനായിട്ട് ഈ പില്ലേഴ്സും പിന്നെ നേരത്തെ പറഞ്ഞ പോലത്തെ ഈ ഫ്രണ്ടിലെ കുറച്ച് ഭിത്തി തിക്നെസ് കൂടിയ കുറച്ച് ചുമരുണ്ട്. ആ ചുമര് ഏകദേശം ഈ ഒരു മാസം അവസാനം കൊണ്ട് നമുക്ക് ഈ വീടിൻ്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏകദേശം 2 മാസം അല്ലേ, 2 മാസം എടുക്കും നമ്മൾ ഒരു 3000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒക്കെ വീട് സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ബാക്കി നമുക്ക് എന്തായാലും അത് എലിവേഷനിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ എന്നാ.